ഇറങ്ങി. രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കളിയാക്കണ്ട റിച്ചു. ഞങ്ങൾ പഠിക്കേണ്ട സമയം പഠിക്കുകയും കളിക്കേണ്ട സമയം കളിക്കുകയും ചെയ്യും. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാണേ. അതെ, നമുക്കിങ്ങനെ വെറുതെ സംസാരിച്ച സമയം കളയണോ? അത് ശരിയാ. എന്നാ നമുക്ക് വേഗം പോവാം. ഇന്ന് പക്രു വരുന്നില്ലേ? അവൻ വഴിയിൽ കാത്തു നിൽക്കാമെന്നാ പറഞ്ഞത്. കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഞങ്ങൾ എത്തിയേ. എത്തിയോ? എത്ര നേരമായി മനുഷ്യനവിടെ കാത്തു നിൽക്കുന്നു? എന്നാൽ പറയ്, എത്ര നേരമായി? ഞാൻ വാച്ചെടുത്തില്ല. അതെ, നമുക്ക് നേരം വൈകുന്നതിന് മുമ്പ് കളിസ്ഥലത്ത് എത്തണം. വേഗം വരൂ. അത് നോക്കിയേ, കാണുന്നുണ്ട്. നമ്മൾ എന്ത് കളിയാ കളിക്കുക? നമുക്ക് തൊട്ട് കളിച്ചാലോ? തൊട്ട് കളിയോ? അതെന്താ സംഭവം? പക്രു, ഈ കളിയിൽ ഒരാൾ നമ്മളെ തൊടാൻ വരുന്നു, ബാക്കിയുള്ളവർ ഓടുന്നു. ഓ, ഓട്ടമോ? അല്ല, ഓടാതെ ശരീരം അനങ്ങാതെ കളിക്കാൻ പറ്റിയ കളിയൊന്നുമില്ലേ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു കളിയുണ്ട്. അതെന്താ? മരത്തിന്റെ ഇലയെണ്ണൽ. ഓടിച്ചെന്ന് ആ മരത്തിന്റെ ഇല എണ്ണീറ്റ് വാ. ഓ, ഇത് എണ്ണി തീർക്കാൻ നല്ല സമയം വേണ്ടി വരും. അയ്യോ, ഇങ്ങനെയൊരു മരവണ്ടൻ. റിച്ചു, വെറുതെ എന്തിനാ പക്രുവിനെ കളിയാക്കുന്നത്? അത് ശരിയാ, അവനും കൂടെ കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു കളി കളിക്കാം. നമുക്ക് കണ്ണ് കെട്ടി കളിച്ചാലോ? അത് കൊള്ളാം. എന്നാൽ ആദ്യം ആര് കണ്ണുകെട്ടും? ഞാൻ കെട്ടാം. ആദ്യം ഈ വിശപ്പൊന്ന് തീരട്ടെ, എന്നിട്ട് മതി കളി. ആ പയ്യന്റെ കയ്യിൽ ആഹാരം കണ്ടോ? അത് കിട്ടിയാൽ കുശാലായി. അതിന് അവൻ അത് തരുമോ? അതിന് നമ്മളെന്ന ആളുകളുടെ കയ്യിൽ നിന്നും ആഹാരം ചോദിച്ചു വാങ്ങി കഴിച്ചിട്ടുള്ളത്. അത് ശരിയാ. എന്നാലും നീ ഇവിടെ ഇരിക്കെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ കാക്കി എന്നെ തന്നെ നോക്കിയിരിക്കുകയാണല്ലോ. ബർഗർ തട്ടിയെടുക്കാനുള്ള നോട്ടമായിരിക്കും. അത് നടക്കാൻ പോകുന്നില്ല എന്റെ പൊന്നു കാക്കേ. എന്താ ഇവന്റെ പ്ലാൻ? രക്ഷയില്ല, അവൻ ഇപ്പോൾ എന്നെ കൂടി പിടിച്ചു തിന്നേനെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഓ, എനിക്കൊരു പ്രതീക്ഷയുമില്ല. പക്രു, നീ എന്താ അവിടെ കാണിക്കുന്നത്? ദാ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല.
പോകാക്കെ. എന്റെ ദൈവമേ, എന്തു മനുഷ്യരാണിത്! കളഞ്ഞാൽ പോലും തരില്ല. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. അത് ശരിയാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ജോബി, അത് നോക്കിയേ. കൂട്ടുകാരെ, ദേ പക്രുവിനെ നോക്കിയേ. അയ്യോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലേ. ആദ്യം കണ്ണിലെ കെട്ടഴിച്ച് നോക്കൂ സഞ്ജു. പക്രു, നീ എന്തായി കാണിക്കുന്നത്? ആഹാരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് നല്ലതാണോ? നമുക്ക് ആഹാരം നൽകുന്നത് ദൈവമല്ലേ? അതിൽ കൂടുതലും ആഹാരമുണ്ട്. അതിൽ കുറച്ചു കളഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ പറയല്ലേ പക്രു. ടീച്ചർ പറഞ്ഞത് സൊമാലിയ എന്ന രാജ്യത്ത് ഇതുപോലും കിട്ടാതെ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നു എന്നാ. ഓ, അത് സോമാലിയയിലല്ലേ? എനിക്കൊരു പ്രശ്നവുമില്ല. പക്രു, ഇത് ശരിയല്ല. ഓ, ഞാൻ നോക്കിക്കൊള്ളാമേ. ഇവനെന്താ ഇങ്ങനെ? എനിക്കറിയില്ല. ഇനി എന്തു ചെയ്യും? നമുക്ക് വഴിയുണ്ടാക്കാം. അതെ പക്രു, തന്റെ രീതികൾ മാറ്റും തീർച്ച. അതെങ്ങനെ സാധിക്കും? അതൊക്കെയുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഇപ്പോ വരാം. വാ ജോബി. ജോബി, ജോളി, എന്താ നിങ്ങളുടെ പ്ലാൻ? നമുക്ക് സറാഫിനെ വിളിച്ചു ചോദിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. ഹായ് സറാഫിൻ, പ്രൈസ് ദി ലോർഡ്. എന്തു പറ്റി കൂട്ടുകാരെ? എന്തിനാ എന്നെ വിളിച്ചത്? സറാഫിൻ, പക്രു ഒരുപാട് ആഹാരം പാഴാക്കി കളയുന്നു. അതെ സറാഫിൻ, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല. ഇതാണോ കാര്യം? ഇത് നമ്മുടെ കുഞ്ഞുമാലാഖമാർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. വാ, ഞാൻ പറഞ്ഞു തരാം. ഹായ്, ഇത് കൊള്ളാം. ഇത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ പോയി കളിച്ചോളൂ. നിങ്ങൾ എവിടെ പോയതാ? അതൊക്കെയുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ഇപ്പോ വരാം. വാ ജോബി. അയ്യോ, ആരുടെയോ നിലവിളിയാണല്ലോ കേൾക്കുന്നത്. കേട്ടിട്ട്
ഏതോ ഒരു ആൺകുട്ടിയുടെ ശബ്ദമാണെന്നാ തോന്നുന്നത്. നമുക്ക് പോയി നോക്കിയാലോ? നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. അത് വേണ്ട, നീയും വാ. അതെ അതെ, നീയും വരണം. ഓ, ഞാനും വരാം. അയ്യോ, എന്നെ രക്ഷിക്കണേ. നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ നീ കരയുന്നത്? അയ്യോ, എന്നെ രക്ഷിക്കണേ. അതിന് നീ ആദ്യം കാര്യം പറയൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. നിനക്ക് വീട്ടിൽ പോയി കഴിച്ചൂടെ? എവിടെയാ നിന്റെ വീട്? എന്റെ വീട് ഒരുപാട് അകലെയാ. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ വിശന്ന് ചത്തുപോകും. അല്ല, ഇനിയിപ്പം എന്താ ചെയ്യുക? ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ പക്രുവിന്റെ കയ്യിൽ ഒരുപാടുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിലൊരെണ്ണം കൊടുക്കട്ടെ. അതു ശരിയാ. പക്രു, ഒരു ബർഗർ ഈ പാവത്തിന് കൊടുക്ക്. ഓ പിന്നെ, ഇവന് കൊടുക്കാനാണല്ലോ ഞാൻ ഇതും ചുമന്ന് വീട്ടിൽ നിന്ന് വന്നത്. ഒരെണ്ണം പോലും കൊടുക്കില്ല. ഇതേ എനിക്ക് വിശക്കുമ്പോ തിന്നാനുള്ളതാ. പക്രു, എന്നാ ശരി, നീ ഒരെണ്ണം മുഴുവനായി കൊടുക്കണ്ട. നീ കഴിച്ച് ബാക്കി കളയാൻ വെച്ചിരിക്കുന്നതെങ്കിലും ഒന്ന് കൊടുക്ക്. അത് പിന്നെ നീ ഇനി ഒന്നും പറയണ്ട, അതെങ്കിലും കൊടുക്ക്. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വിശന്നു ചത്തേനെ. കാണാം കൂട്ടുകാരെ. ഇനി നമുക്ക് കളി തുടർന്നാലോ? അത് ശരിയാ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം അല്ലേ? ഞാൻ റെഡി. നല്ല വിശപ്പ്. ഇനി വല്ലതും കഴിച്ചിട്ടാവാം ബാക്കി കളി. പക്രു, നീ എവിടേക്കാ ഓടുന്നത്? നിങ്ങൾ കളിച്ചോ, ഞാൻ ഇപ്പം വരാം. അവന് വീണ്ടും വിശന്നിട്ടുണ്ടാകും. അയ്യോ, ഇതിലിരുന്ന ബർഗർ എവിടെ പോയി? ഒന്നും കാണുന്നില്ലല്ലോ. ആ, പോക്കറ്റ് ചോക്ലേറ്റുകളുണ്ട്. തൽക്കാലം അതെടുത്ത് കഴിക്കാം. അയ്യോ അയ്യോ, അതും കാണുന്നില്ലല്ലോ. വിശന്നിട്ടു വയ്യ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, എന്നെ രക്ഷിക്കണേ. എന്തു പറ്റി പക്രു? എന്റെ ബർഗറുകളൊന്നും കാണുന്നില്ല. എനിക്ക് വിശന്നിട്ട് വയ്യേ. ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ലേ ആഹാരം പാഴാക്കി കളയരുതെന്ന്. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനിപ്പോ ചാവേ. ഇനി നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതെ അതെ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നീ കളഞ്ഞ ബർഗറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ സ്ഥിതി വരില്ലായിരുന്നല്ലോ. അയ്യോ, എനിക്കിപ്പോ എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. പേടിക്കേണ്ട, ഇത് നീ എറിഞ്ഞു കളഞ്ഞ ആഹാരം തന്നെയാ. തൽക്കാലം ഇത് കഴിച്ചു വിശപ്പ് മാറ്റൂ. കാണാം കൂട്ടുകാരെ.
നോക്കു പക്രു, നീ കളഞ്ഞ ആഹാരം നിനക്ക് എങ്ങനെയാ പ്രയോജനപ്പെട്ടതെന്ന്. അതെ അതെ, കുറച്ചു നേരം വിശന്നപ്പോൾ എന്തായിരുന്നു നിന്റെ അവസ്ഥ? അപ്പോൾ ദിവസങ്ങളോളം ആഹാരം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? പക്രു, ഇനി ഒരിക്കലും ആഹാരം നാം പാഴാക്കി കളയരുത്. അതുമാത്രമല്ല, ആ കുട്ടിക്ക് നമ്മൾ ആഹാരം കൊടുത്തത് കൊണ്ടല്ലേ അവൻ തിരിച്ചും സഹായിച്ചത്. അതു ശരിയാ. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇനി ഞാൻ ഒരിക്കലും ആഹാരം പാഴാക്കി കളയില്ല. ആഹാരം വെറുതെ പാഴാക്കി കളയരുത്. നമ്മുടെ വിശപ്പ് കഴിഞ്ഞ് നാം കളയുന്ന ഓരോ അന്നവും മറ്റൊരാളുടെ വിശപ്പ് ശമിപ്പിക്കാനുള്ളതാണ്. വിശപ്പിന് മാത്രം ഭക്ഷണം, അതായിരിക്കട്ടെ നമ്മുടെ ശീലം.